നിർമ്മാതാവ് സാന്ദ്ര തോമസിന്റെ പരാതിയിൽ സംവിധായകനും ഫെഫ്ക ജനറൽ സെക്രട്ടറിയുമായ ബി ഉണ്ണികൃഷ്ണനെതിരെ കേസെടുത്തിരിക്കുകയാണ്. ഹേമ കമ്മിറ്റിയിൽ മൊഴി നൽകിയതിന്റെ വിരോധത്തിൽ ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയിലാണ് എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ബി ഉണ്ണികൃഷ്ണനെ ഒന്നാം പ്രതിയും നിർമ്മാതാവ് ആൻഡ്രു ജോസഫിനെ രണ്ടാം പ്രതിയുമാക്കിയാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സിനിമാ മേഖലയിൽ നിന്ന് തന്നെ മാറ്റി നിർത്താനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നതെന്ന് സാന്ദ്ര തോമസിന്റെ പരാതിയിൽ പറയുന്നു. കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ സിനിമയിൽ അവസരം നിഷേധിക്കുകയാണ്. തനിക്ക് സിനിമ നൽകരുതെന്ന് മേഖലയിലെ മറ്റുള്ളവരോടും നിർദ്ദേശിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് സിനിമയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നിരിക്കുകയാണെന്നും സാന്ദ്ര പറയുന്നു. സംഘടനാ യോഗത്തിൽ വെച്ച് തന്നെ അപമാനിച്ചുവെന്നും സാന്ദ്ര തോമസ് പരാതിയിൽ പറയുന്നുണ്ട്. സെൻട്രൽ പോലീസിൽ പരാതി നൽകിയപ്പോൾ പോലീസ് ആദ്യം കേസ് രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായിരുന്നില്ല. പിന്നീട് അവർ കോടതിയെ സമീപിക്കുകയായിരുന്നു. കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഹേമ കമ്മിറ്റിക്ക് മൊഴി കൊടുത്തതിന് ശേഷം നടന്ന മീറ്റിംഗിൽ വെച്ച് ബി ഉണ്ണികൃഷ്ണൻ തനിക്കെതിരെ പരസ്യമായി വെല്ലുവിളി നടത്തിയെന്നാണ് സാന്ദ്ര തോമസ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെയും ചേംബറിലെയും എല്ലാവരും ഇരിക്കെ തന്നെ ബി ഉണ്ണികൃഷ്ണൻ എന്നെ മലയാള സിനിമ ചെയ്യിക്കില്ലെന്ന് പരസ്യമായി വെല്ലുവിളിച്ചു. പരാതി കൊടുക്കുന്നതിന് മുമ്പ് ഒരു സിനിമ ചെയ്യാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായിരിക്കെയാണ് ഇങ്ങനെയൊരു പ്രശ്നം സാന്ദ്ര നേരിടുന്നത്. പല രീതികളിൽ കേസിൽ നിന്നും സാന്ദ്രയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. മലയാള സിനിമയിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ബി ഉണ്ണികൃഷ്ണൻ അതിന് പിന്നിലുണ്ടാകുന്ന ഒരാളാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ പേര് എവിടെയും വരില്ല. ഒരു ഇൻഡസ്ട്രിയെ ഒരാൾ കയ്യിലൊതുക്കി വെച്ചിരിക്കുകയാണെന്നാണ് സാന്ദ്ര പറയുന്നത്. സിനിമയിൽ നിൽക്കണമെങ്കിൽ ഒന്നും പുറത്തു പറയരുതെന്നാണ് പലരും സാന്ദ്രയോട് പറഞ്ഞത്. പക്ഷേ അങ്ങനെ ചെയ്യാനാകില്ലെന്നായിരുന്നു സാന്ദ്രയുടെ മറുപടി. പുതിയ സിനിമയായി മുന്നോട്ട് വരുമെന്നും എങ്ങനെയൊക്കെ തളർത്താൻ ശ്രമിച്ചാലും താൻ പിന്നോട്ടു പോകില്ലെന്നുമുള്ള നിലപാടിലാണ് സാന്ദ്ര. കഴിഞ്ഞ നവംബർ 5-നാണ് നിർമ്മാതാക്കളുടെ സംഘടനയിൽ നിന്നും സാന്ദ്ര തോമസിനെ പുറത്താക്കിയത്. അച്ചടക്ക ലംഘനം നടത്തിയെന്ന് കാണിച്ചായിരുന്നു നടപടി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് നേരെ സാന്ദ്ര തോമസ് രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു നടപടി. എന്നാൽ സാന്ദ്ര തോമസിന്റെ അംഗത്വം റദ്ദാക്കിയ നടപടി ഡിസംബർ 17-ന് എറണാകുളം സബ് കോടതി സ്റ്റേ ചെയ്തിരുന്നു. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ ഉൾവിഭാഗമുണ്ടെന്നും അവരാണ് അസോസിയേഷൻ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നും സാന്ദ്ര തോമസ് നേരത്തെ വിമർശിച്ചിരുന്നു. അതേസമയം നിർമ്മാതാവ് സാന്ദ്ര തോമസ് തനിക്കെതിരെ ഉപയോഗിച്ച ആരോപണങ്ങൾ തെറ്റാണെന്നാണ് ഉണ്ണികൃഷ്ണൻ പറയുന്നത്. ഏത് രേഖകൾ വേണമെങ്കിലും പരിശോധിക്കാമെന്നും നാളിതുവരെ താനും സാന്ദ്ര തോമസുമായി ഇരുന്ന് ഒരു യോഗം നടന്നിട്ടില്ലെന്നും ബി ഉണ്ണികൃഷ്ണൻ പ്രതികരിച്ചു. സാന്ദ്ര തോമസിന്റെ ആരോപണങ്ങളിൽ മൗനം പാലിച്ചത് അവർ കടന്നുപോകുന്ന മാനസികാവസ്ഥ മനസ്സിലാക്കുന്നത് കൊണ്ടാണെന്നും വ്യക്തമാക്കി. നീ എന്ന് ആരെയും വിളിക്കാറില്ല. വളരെ സൗഹൃദപരമായാണ് സാന്ദ്രയുമായി അവസാനം പിരിഞ്ഞത്. അവർക്ക് തെറ്റിദ്ധാരണയാണ് ഉള്ളത്. സാന്ദ്രയുടെ എല്ലാ സിനിമകളിലും എത്ര പരാതി വന്നിട്ടുണ്ട് എന്നതിന്റെ കണക്ക് ഫെഫ്കയുടെ കയ്യിലുണ്ടെന്നും ഉണ്ണികൃഷ്ണൻ പറയുന്നു. സാന്ദ്രയുമായി സഹകരിക്കരുതെന്ന് താൻ ആരോടും പറഞ്ഞിട്ടില്ലെന്നും ഉണ്ണികൃഷ്ണൻ വ്യക്തമാക്കി. ആവശ്യമുള്ള കാര്യങ്ങൾക്ക് താൻ മാധ്യമങ്ങളെ കാണാറുള്ളൂവെന്നും അദ്ദേഹം പ്രതികരിച്ചു.